ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ, ഒരു ബ്ലഷ് ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും കുട്ടികളെ ചോദിച്ചു, മാം പക്ഷേ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഫോർവേഡ് വന്നു കഴിഞ്ഞാൽ ബ്ലഷ് നമ്മുടെ ഫേസ് ഫ്ലാറ്റ് ആവില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക, ഞാൻ പഠിപ്പിക്കുന്നത് ബിഗിനേഴ്സും ഈ പ്രൊഫഷനിൽ ആദ്യമായിട്ട് ബ്രഷ് പിടിക്കുന്ന കുട്ടികൾക്കാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് വരുന്നത് നമ്മൾ എടുക്കുമ്പോൾ, പിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ബ്രഷ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഫേസിൻ്റെ ഈ ഫോർവേഡ് ഏരിയയിൽ കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഡെപ്പോസിറ്റ് കൂടുക ചെയ്യുന്നത്. നിങ്ങൾ ബാക്കിൽ നിന്ന് ഫോർവേഡ് വന്നിട്ട് എവിടെ നിർത്തുന്നു എന്നുള്ളതിലാണ് സിഗ്നിഫിക്കൻസ് ഉള്ളത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ തരാം. നമുക്ക് ബാക്കിൽ നിന്ന് ഫോർവേഡ് തന്നെ ബ്ലഷ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. കാരണം നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഒരു കാൽക്കുലേഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് കുക്കിംഗ് അറിയുന്ന ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, കുക്കിംഗ് അറിയുന്ന ഒരാൾക്ക് എത്ര ഉപ്പിൻ്റെ കണക്കിടണം നിങ്ങൾക്കൊരു കണക്കുണ്ടാവും. പക്ഷെ കുക്കിംഗ് അറിയാത്ത ഒരാൾക്ക് എത്ര ഉപ്പിൻ്റെ കണക്കിടണം നിങ്ങൾക്ക് അറിയില്ല. സെയിം തിങ് ആണ്, ഒരു കണക്കാണിത്. അപ്പം എങ്ങനെയാണ് ബ്ലഷ് എവിടെ കൊണ്ട് നിർത്തണം എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, നൗ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വൈഡർ ഫേസ് ആണ്, മേ ബി റൗണ്ട് ഫേസ് അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ് ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് വൈഡസ്റ്റ് പോയിന്റ് ഈ ഭാഗത്തായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്യാപ്പ് കൂടുതൽ ഫ്രണ്ടിലേക്ക് വരണം. ഫോർ എക്സാമ്പിൾ 3 ഫിംഗർ റൂൾ വെക്കുക. 3 ഫിംഗറിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ടായിരിക്കണം ബ്ലഷ് നിർത്തേണ്ടത്. അപ്പം ബാക്കിലോട്ട് ബ്ലഷ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട്, കൊഹീസീവായിട്ട്, സിമെട്രിക് ആയിട്ട് വരും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നല്ല വൈഡർ ആയിട്ടുള്ളൊരു ഫേസിനാണെങ്കിൽ നമ്മൾ 3 ഫിംഗറിൻ്റെ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ 3 ഫിംഗറിൻ്റെ ഗ്യാപ്പ്, അപ്പോൾ ഈ ഭാഗത്തായിരിക്കണം ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ടത്. ഹൗവെവർ നല്ല ലെങ്ത് ഉള്ള ഫേസ്, ദാറ്റ് ഈസ് ഒബ്ലോങ് ഫേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിഡ്ത്ത് തോന്നിക്കാം. അപ്പോൾ വിഡ്ത്ത് തോന്നിക്കണമെങ്കിൽ ബ്ലഷ് കുറച്ചും കൂടി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം നമുക്ക് ഒത്തിരി ഇവിടെ ഗ്യാപ്പ് ആവശ്യമില്ല, നമുക്ക് കുറച്ച് ഗ്യാപ്പ് മതി. അതെന്ന് പറയുന്ന 2 ഫിംഗർ റൂൾ. അപ്പോൾ ഈ 2 ഫിംഗർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ, ഫോർവേഡ് വരെ ബ്ലഷ് വരാം. പക്ഷേ ഈ ബ്രഷ് കൊണ്ടിട്ട് ബ്ലെൻഡിങ് അറിയാത്ത കുട്ടി കൊണ്ട് ഇവിടെ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ ബാക്കിൽ നിന്ന് ഫോർവേഡ് എടുത്ത് ഇവിടെ വെച്ചങ്ങ് നിർത്തിയാൽ മതി. ഓക്കെ.